അതുണ്ടാവട്ടെ. നിങ്ങൾ കാണണം, ഇത് എന്തൊരു കഷ്ടമായത്. ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനം എന്താ ചോദിക്കുന്നു? അതാ ഇപ്പൊ നമ്മൾ എല്ലാം പറയുമ്പം എല്ലാ വശങ്ങളും കൂടെ സംസാരിച്ചു പോകണം. ഇതിപ്പോ ജോർജ് കുര്യൻ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. അയാൾ പറഞ്ഞത് எல்லாருமே வந்து பாருங்க. பிருத்விராஜ், மோகன்லால், யாரும் டோபினோ எல்லாரும் சூப்பரா இருந்தாங்க. மஞ்சு வாரியர் she was really amazing. മലയാളത്തിൽ സൂപ്പർ. ആ കുട്ടി പറഞ്ഞ കേട്ടോ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, മോഹൻലാൽ എല്ലാവരും അമേസിംഗ് ആയിരുന്നു. ഹലോ ഗയ്സ്, വെൽക്കം, വണക്കം. അപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജും ഉടനെ തന്നെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് കെട്ടിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ എന്താണ് NIA ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ED ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്കൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചൊറിയാനോ പൊളിറ്റിക്സ് പറയാനോ സിനിമ ഇറക്കാനോ ചിന്തിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി അടപടലം മുഞ്ചിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതെല്ലാം പറഞ്ഞത് ഞാനല്ല, ഇപ്പം പറയുന്ന രീതി, ഒരു നരേഷൻ എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി സംഭവിച്ചു കഴിഞ്ഞ ദിവസം. എന്താണെന്നല്ലേ, ആ ഒരു കാര്യം നമുക്ക് കാണാം. ആ കാര്യം കണ്ടതിന് ശേഷം നമുക്കൊന്നായിട്ട് സംസാരിച്ച് പോകാം. ബിക്കോസ് കഴിഞ്ഞ ദിവസം എല്ലാ ഈ കുരുപൊട്ടിച്ചന്മാരുടെ അണാക്കിലേക്ക് നമ്മുടെ നല്ലൊരു കുക്കിംഗ്, അൾട്ടിമേറ്റ് കുക്കിംഗ് നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഭരത് മോഹൻലാൽ. ഇതാണെന്നല്ലേ കാണിച്ച് തരാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പറയാം. എനിക്കൊക്കെ ഇപ്പോൾ കിട്ടും തെറി. ഇത് രസം എന്നറിയോ? ഇതാണ്ട, അതായത് ഇവിടെ നോക്കുക, 100 crore ക്ലബ് ക്രിയേറ്റ്സ് ഹിസ്റ്ററി. ഇത് എമ്പുരാൻ്റെതാണ്. കഴിഞ്ഞ ഒരൊറ്റ ദിവസം 48 hours എന്താണ്, ഒരു ദിവസം പിന്നിടുമ്പോഴേക്കും 48 hours കൊണ്ട് ഒരു മലയാള സിനിമ എല്ലാ സർവകാല റെക്കോർഡുകളും ഭേദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താണ് എഴുതിയിരിക്കുന്നത്? L2E എമ്പുരാൻ surpasses 100 crores at the box office worldwide in less than 48 hours, setting new benchmarks in cinematic history. ഇതൊരു ഹിസ്റ്ററിയാണ് മക്കളെ. ഓക്കെ, a heartfelt thanks to all of you for being part of this extraordinary success. You love and support made this possible. Your love and support made this possible. ഓക്കെ, അവിടെ നോമും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് വായിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തെറി വിളിക്കാൻ കുറച്ചുകൂടി താല്പര്യമുള്ളവർക്ക് തെറി വിളിക്കുകയും ചെയ്യാം. ഏട്ടനെന്ന് വിളിച്ചത് വല്ലവനെ നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇട്ടിട്ട് പോകാനുമല്ല, മാറ്റി വിളിക്കാനുമല്ല, കൂടെ ഉണ്ടാകും ലാലേട്ടൻ. അതിപ്പോഴും പറയുന്നു. കാരണം ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ഇത് എൻ്റെ നാടിൻ്റെ, എൻ്റെ മലയാള നാടിൻ്റെ, എൻ്റെ കൊച്ചു കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷനിൽ വേൾഡ് വൈഡായിട്ട് കടന്ന് കറങ്ങേണ്ട ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു എപ്പിക് മൂവിയാണ്. ആ മൂവിയെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ മാത്രം പ്രതികരിച്ച് പോകുന്നതാണ്. ഓക്കെ, പലർക്കും കുരുപൊട്ടുന്നുണ്ടാവും. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് എന്നെ തെറി വിളിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളെ ആ ഒരു വിഷമം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്നെയും ഇവിടെ നിന്ന് കെട്ടിയിറക്കി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകും, അങ്ങ് പോയി ഇങ്ങ് പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ആർക്കും രാഷ്ട്രീയം പറയാം. ഈ രാജ്യത്തിനകത്ത് രാഷ്ട്രീയവും മതവും ഒക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളതിരിക്കെ ഇവിടെ കുരു പൊട്ടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ ആൻ്റണി ചേട്ടൻ ഹയസ്റ്റ് സിംഗിൾ ഡേ ഗ്രോസ് കളക്ഷൻ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നേടി $2.45 million. മനസ്സിലാവുന്നുണ്ടോ? ട്രെൻഡിങ് ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ നമ്മുടെ നാടിൻ്റെ സിനിമയിലിടയിൽ എന്തിനിടയിൽ അതിനെ കൊല്ലാക്കൊല്ല ചെയ്യണം? ഇത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ആവണമെങ്കിൽ വേറൊരു കാര്യം കൂടെ നിങ്ങളെ മുമ്പ് കാണിച്ചു തരാം. അടുത്തൊരു സാധനമാണ് ഇന്ന് രാവിലെ വന്നേക്കുന്നൊരു കാര്യം. ദേശവിരുദ്ധ ആശയങ്ങൾ, പൃഥ്വിരാജിന്റെ വിദേശ ബന്ധം അന്വേഷിക്കണം. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടതായിരുന്നു, പൃഥ്വിരാജും ഭാര്യയും കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നൊരു കാര്യം. ആ രാജ്യത്തിലേക്ക് പൃഥ്വിരാജ് പോയതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവമുണ്ട്. തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തി ഉറപ്പായിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കണം. ഓക്കെ, ഇപ്പോൾ യുവമോർച്ച അന്വേഷണത്തിന് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പൃഥ്വിരാജിന് മാത്രം പറയണ്ടേ. വാര്യം കുന്നിൻ്റെ കാര്യവും പൃഥ്വിരാജിൻ്റെ ആ ഒരു സിനിമയിലേക്ക് തുടങ്ങിയ സമയം മുതലുള്ള പല കാര്യങ്ങളും പുള്ളിയുടെ ഒരു സ്റ്റാൻഡ് കാരണം അഹങ്കാരി, താന്തോന്നി, മറ്റവൻ, മറിച്ചവൻ, ഇനി കേൾക്കാനുള്ള പേരൊന്നും ഇല്ലാതെ മലയാള സിനിമയെ എൻ്റെ നല്ല രീതിയിലേക്ക് ലോക നിലവാരത്തെ ഉയർത്തണമെന്നൊരുത്തൻ തീരുമാനിച്ചുറപ്പിച്ച് ആടുജീവിതം, അതിനുശേഷം ഇപ്പോൾ എമ്പുരാൻ, എന്തെല്ലാം സിനിമകൾ എടുത്തു നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിനിടെയാണ് പുറകെ നടക്കുന്നത്? കഴിഞ്ഞില്ല. നടനും സംവിധായകനുമായ പൃഥ്വിരാജിനെതിരെ യുവമോർച്ച. താരത്തിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗണേഷ് പറഞ്ഞു. ആടുജീവിത സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പൃഥ്വിരാജ് സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണെന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ K. ഗണേഷ് ആരോപിക്കും. പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം പ്ലീസ്. എന്റെ റിക്വസ്റ്റ് ആണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഈ രാജ്യത്തിന് നശിപ്പിക്കുന്ന രീതിയിൽ എന്ത് വ്രണപ്പെടുത്തുന്ന കാര്യമാണ് പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ നിങ്ങൾ കണ്ടതെന്ന് ദയവായി തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ അത്യാവശ്യം ചെറിയ രീതി വായിക്കുന്ന ആളാണ്, പത്രവായനയുള്ള ആളാണ്, ലോക നിലവാരത്തിലുള്ള വാർത്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ദിനം പ്രതി കണ്ടു കേട്ട് പോകുന്ന ഒരാളാണ്.
ഓക്കെ, അതൊക്കെ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ആൾക്കാർക്ക് കേൾക്കണ്ട. പക്ഷേ ഇവിടുത്തെ വിഷയം ഇങ്ങനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും അറിയിക്കാം. കുരുതിയും ജനഗണമനയും, ഓക്കെ, കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയെന്ന് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുമെന്ന് കെ വെങ്കടേശ്വരന്റെ രസമല്ലേ. എന്നിട്ട് ഞാൻ വീണ്ടും അതിനകത്ത് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് പാകിസ്ഥാനിലേക്ക് വിടണം അല്ലേ. ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാണക ഇന്ത്യൻ രഹസ്യങ്ങൾ ഒറ്റിയത് പൊക്കിയിരുന്നു, ചാണകത്തെ ഇന്ത്യൻ രഹസ്യങ്ങൾ ഒറ്റിയതിന് പൊക്കിയിരുന്നു, അറിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വേറെ കിടപ്പുണ്ട്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ? അയ്യോ, അത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു, അതിന് ഇവനൊക്കെ വല്ല വിദ്യാഭ്യാസം വേണ്ട, തലേ ചാണകം. അത് പാകിസ്ഥാനിലാണ്. ഈ മാസം 4ാമത്തെ ഒറ്റപ്പെട്ട സംഭവം. രാജസ്ത്രീകൾ ആയതുകൊണ്ട് അന്ത്യചർച്ചയില്ല, UP ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു തരത്തിലേക്കാണ് ഈ ഒരു ചർച്ച ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയാ, ഇതിന് കഴിഞ്ഞില്ല. ഇനി ഒരു കാര്യം കൂടെ, എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച. കുരുതിയും ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദാശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് പൃഥ്വിരാജിന്റെ സിനിമകളിലുള്ളത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും. ആലോചിച്ച് നോക്കണത് എങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുകയാണെന്ന്. 48 മണിക്കൂർ കൊണ്ട് 100 കോഴ്സ് എത്തിയ സിനിമ മിക്കവാറും ഒരു 48 ദിവസമാകുമ്പോൾ 1000 കോടിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കാണ് ആ സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് അവർ അഴിച്ചുവിടുന്നത്. ആ സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഡിസ്കഷൻ കേരളത്തിൽ മാത്രമാണോ നടക്കുന്നത്? ഡിസ്കഷൻ കേരളത്തിന് പുറത്തും വിദേശത്തടക്കം ഇതിന്റെ ഡിസ്കഷനിലേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അവിടെ എല്ലാം ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ അത് എന്ത് ഏരിയയാണ് പ്രശ്നമെന്ന്. അപ്പൊ അത് കാണാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കാരണം സിനിമ വിജയിക്കുകയും ചെയ്യും. വിജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ എക്കാലത്തും നേടിയിട്ടുള്ള ഏറ്റവും വലിയ ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറാൻ പോവുകയാണ് എമ്പുരാൻ എന്ന് പറയാതിരിക്കാൻ പറ്റും, നിസ്തർക്കം. യുവമോർച്ച ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. സാജു വിശദാംശം നൽകുന്നുണ്ട്. സാജു വിശദാംശം നൽകും. ഓക്കെ, അപ്പം അടുത്ത കമന്റ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. 1000 കോടിയിലേക്ക് എത്തിയാലും ഇനി അത്ഭുതപ്പെടാനില്ല, എന്തൊക്കെയല്ലേ വീരരോധന എന്ന് അവിടെ ആള് കമന്റ് ഇട്ടേ. കുരു പൊട്ടി ഒലിക്കുക, ക്രൈമോർ, ചാണകങ്ങളുടെ ഓരോ കുന്തളിപ്പുകൾ. ഇന്ന് മുതൽ മുഹമ്മദ് പൃഥ്വിരാജുദ്ദീൻ എന്നറിയപ്പെടും. എന്തൊക്കെയാണ് സംഖ്യകൾ പൊക്കിക്കൊണ്ട് നടന്ന ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പണി പ്രതീക്ഷിച്ചില്ല. നല്ല വെടിപ്പായിട്ട് പൃഥ്വിരാജ് പടം പിടിച്ചു. അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം. ലേശമെങ്കിലും അന്തം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധമില്ലേ? ഇനി അവൻ സാധാ പൃഥ്വിരാജ് അല്ല, യുവമോർച്ച ടീംസിന് അവനിനി അബ്ദുൾ പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ്. സോ അതൊക്കെ ചോദിച്ച് വാങ്ങുന്നതാണ്, നമുക്ക് ആർക്കും തടുക്കാനൊന്നും പറ്റത്തില്ല. കിട്ടുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റത്തില്ല. ഇനി കഴിഞ്ഞ ദിവസം ഈ പൃഥ്വിരാജിൻ്റെ അല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ വന്ന റിയാക്ഷൻസിൻ്റെ അകത്താണല്ലോ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും അഥവാ പല ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ ഇറക്കിയിട്ടുള്ളത്. അഥവാ നമ്മുടെ എമ്പുരാൻ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്ത് നടന്നുള്ള തിയേറ്റർ റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് തമിഴ്, ഹിന്ദി. അപ്പോൾ തമിഴ്നാട്ടിൽ നടന്നതും നമ്മുടെ ഹിന്ദി നാട്ടിലല്ലല്ലോ, മറ്റ് അന്യനാട്ടിലൊക്കെ നടന്ന കാര്യങ്ങളുടെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു തരാം. തിയേറ്റർ റെസ്പോൺസ് ആണ്. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അതിനകത്തൊക്കെ എന്താണ് നമ്മുടെ സിനിമയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് നിങ്ങൾ കാണും. ஃபர்ஸ்ட் ஆஃப் ஓகே நல்லா இருந்துச்சு. செகண்ட் ஆஃப் தான் நல்லா கொண்டு போயிருக்காங்க. நல்லா இன்னும் பார்ட் 3 இருக்கு போல, பார்ட் 3 வருது. അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മളെ ആൾക്കാർ അങ്ങനെ അല്ല. ഓക്കെ, ഇനിയുണ്ട്. சூப்பரா இருந்துச்சு படம். இப்பதான் பார்த்து வந்தோம். ஃபர்ஸ்ட் ஷோ இஸ் ரியலி நைஸ். இட்ஸ் குட். சூப்பரா இருந்துச்சு. அந்த ஸ்கிரீன் பிரசன்ஸ் ரொம்ப அதிகமாவே நல்லா இருந்துச்சு. ஸோ ரொம்ப நல்லா இருந்துச்சு. இட்ஸ் a good மூவி. எல்லாமே வந்து பாருங்க. பிருத்விராஜ், மோகன்லால், டோபினோ எல்லாரும் சூப்பரா இருந்தாங்க. மஞ்சு வாரியர் she was really amazing. മലയാളത്തെ സൂപ്പർ. ആ കുട്ടി പറഞ്ഞ കേട്ടോ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, മോഹൻലാൽ എല്ലാവരും അമേസിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ടിരുന്നു. ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ വന്നേക്കുന്ന റിയാക്ഷൻ ആണ്, അല്ലാതെ ഇവിടുത്തെ ഈ ഒരു രാഷ്ട്രീയ കോലാഹലം ഉണ്ടായതിനു ശേഷം ഇവിടെ ഇറങ്ങിയതല്ല. അതിന് ശേഷമുണ്ട് കാര്യങ്ങളുണ്ട്. அவ்வளோ மாசா இருந்துச்சு. எலிவேஷன்ஸ் சீன்லாம் சூப்பரா எடுத்திருந்தாங்க. பிருத்விராஜ் டைரக்ஷன் ஒரு ஆக்டர் இவ்வளவு பயங்கரமா எடுப்பாரு நினைக்கல. சூப்பரா இருந்துச்சு. കേട്ടല്ലോ, ഇത് ഒരു തമിഴ് റിയാക്ഷന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. കഴിഞ്ഞിട്ടേ ഇല്ല, ഇനിയുണ്ട്. ஏன்னா அவங்க வந்து ஒரு கண்டென்ட்டோட எடுத்துட்டு இருந்தவங்க. ഓക്കെ, അതും കണ്ടന്റിന്റെ ബേസിൽ കുറച്ച് സംസാരിച്ചു പോകുന്നു.
ഇത് നമ്മുടെ ഈ സിനിമയുടെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം കണ്ട ഒരു ചാനലിൽ വന്നേക്കുന്ന റിയാക്ഷനാണ്. ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. എല്ലാ നെഗറ്റീവും വന്നതിന് ശേഷം പോയി കണ്ടവരാ. നമുക്ക് കുറെ ഗൂസ്ബം മൊമെന്റ്സ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. ഫെസ്റ്റിവൽ മൊമെന്റ് പോലെ കാണാം. നിങ്ങളെ പടം വന്നു കഴിഞ്ഞാൽ ചിലർക്കും രാഷ്ട്രീയം എന്താണെന്നും എന്താണ് സിനിമയെന്ന് മനസ്സിലാക്കും. നല്ല മൂവിയാണ്. ഈ ഒരു ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോക്കകത്ത് മുഴുവൻ ആൾക്കാരും ആ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് ഒരു സിനിമയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി. ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ സുജിത് വാസുദേവൻ അദ്ദേഹം ഈ സിനിമാറ്റോഗ്രാഫർ പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്ത് സ്വാഗ് ആ ഒരു സാധനമാണ്. ജസ്റ്റ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നില്ലേ ഡിഗ്രേഡ് എന്നുള്ള സംഭവത്തിൻ്റെ ഒരു താഴെ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്നത് മോഹൻലാൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്. മറ്റാരെ കൊണ്ട് നിർത്തിയെന്നാണ് സത്യം പറയാമല്ലോ. ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു വ്യക്തിക്കും ഇങ്ങനെ ഒരു സ്വാഗ് ഇല്ല. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു ഇത് ലാലേട്ടനാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട് അത് ലാലേട്ടനായതുകൊണ്ടാണ്. ആ സ്ഥലത്ത് പൃഥ്വിരാജിനെ കൊണ്ട് നമുക്ക് വേറൊരു വ്യക്തിയെ കൊണ്ട് ഇതിനകത്ത് ഇല്ലാത്തൊരു വ്യക്തിയെ കൊണ്ട് അവിടെ അങ്ങനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അമ്മാതിരിയുള്ള സംഭവം ലാലേട്ടൻ എന്നുള്ള രീതിയിൽ അതിനകത്ത് എന്തൊക്കെ ഷോട്ടുകളുണ്ട്, എത്രമാത്രം സീനുകളുണ്ട്. ഇത് അതിനകത്ത് ഇന്നലെയാണ് അറിയുന്നത്. അതിനകത്തുള്ള മറ്റേ ഹെലികോപ്റ്ററിൻ്റെ സീനൊക്കെ അവർ ഉണ്ടാക്കിയ ഹെലികോപ്റ്ററാണോ വെച്ചിട്ട് ചെയ്തെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യത്തുള്ള സീനൊക്കെ നമ്മുടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. ഞാൻ അന്തം വിട്ടുപോയി. അതൊക്കെ പലതും സെറ്റുകളായിരുന്നു എന്നുള്ളത്. സോ ഇത്രത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു മൂവി എടുത്ത് വെച്ചിട്ട് ആ മൂവി ഇറങ്ങിയ ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെ അതിനെതിരെ ഇങ്ങനെ ഹെയ്റ്റ് ക്യാമ്പയിൻ അഴിച്ചു വിടുന്നത് അത്ര നല്ല പരിപാടിയാണോ? ഇനി വേറൊരു കാര്യമുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പാടില്ല. അപ്പം മാധ്യമങ്ങൾ ഈ ഒരു കാര്യത്തിന് വിവാദത്തിൻ്റെ പുറകെ പോകുന്നു. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ചയും ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പം ഈ ജോർജ് കുര്യൻ ഇദ്ദേഹം ഒരു BJP നേതാവാണ്, എല്ലാവർക്കും അറിയാം. കേന്ദ്രത്തിലാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഇതൊക്കെ. പക്ഷേ പുള്ളി ഈ പറയുന്നൊരു കാര്യം സത്യം പറഞ്ഞാൽ ഇത് മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇത് കേൾക്കേണ്ടതാണ്. ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടവരുടെ അഭിപ്രായം പറ. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ല. കാണാതെ എങ്ങനെയാണ് പറയും. പിന്നെ MD രമേശ് പറഞ്ഞു സിനിമയാണ്, അത് കാണണം. അത് സംസ്ഥാന പ്രസിഡന്റ് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് കാണണം എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. അതല്ലാതെ ഒന്നും എനിക്കറിയില്ല. സിനിമ കാണുമല്ലോ, അതെന്താ കുഴപ്പം? നിങ്ങൾ കാണണം. ഇത് എന്തൊരു കഷ്ടമായത്. ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുന്നു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്താണ് ചോദിക്കുന്നു? അതാ ഇപ്പം നമ്മൾ എല്ലാം പറയുമ്പം എല്ലാ വശങ്ങളും കൂടെ സംസാരിച്ച് പോകണം. ഇതിപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. അയാൾ പറഞ്ഞത് അതിനകത്ത് MD രമേശ് പറഞ്ഞു സിനിമയിൽ കാണണം. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് BJP സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞു ഓക്കെ അത് അങ്ങനെ തന്നെ കാണണം, സിനിമയായിട്ട് തന്നെ കാണണം, അത് കാണണം. അതൊക്കെ അത് അനുകൂലിച്ച് പറഞ്ഞതുപോലെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് പറയുമ്പോഴും പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ സിനിമ കണ്ടോ? നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ സിനിമ കാണാതെയാണോ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. അപ്പോൾ മാധ്യമങ്ങൾ മിനിമം മര്യാദ പാലിക്കണ്ടേ? ഇതെല്ലാം വിവാദങ്ങൾ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഈ ഇതൊക്കെ കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളത് കണ്ടിട്ട് പോയി സംസാരിക്കണ്ടേ? അതോ ഇനി പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് പുള്ളി എന്താണോ വീഴുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിവാദമാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പം പുള്ളിയുടെ വായിൽ നിന്നെങ്കിലും വീഴാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് സംസാരിച്ചാണോ എന്ന് അറിയത്തില്ല. എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. മേ ബി ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവത്തില്ല. എന്തായിരുന്നാലും പടം വേറെ ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വേറെ റേഞ്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഇത് രാഷ്ട്രീയ വിവാദമായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് രാഷ്ട്രീയം കൂടെ മനസ്സിലാക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല, നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത 2K കിഡ്സ് അടക്കമുണ്ട്. അവരെല്ലാവരും അല്ല കേട്ടോ, ചിലരെങ്കിലും ഉണ്ട്. അവരൊക്കെ ഇത് പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പൊളിറ്റിക്സ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കട്ടെന്ന്. സോ എനിവേ നിങ്ങളുടെ അഭിപ്രായത്തെ കമൻറ്റ് ചെയ്യപ്പെടുത്തി. ഞാൻ നോക്കിയെടുത്തോളം നല്ലതിനെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വേണം ഒരു സിനിമ. ആ സിനിമയ്ക്കകത്ത് ഇപ്പം സത്യം പറഞ്ഞതിനകത്ത് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് മുരളി ഗോപിക്കാം. ആ പേന ചലിച്ചതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ഒരു വിവാദം ഉണ്ടായത്. ഒരാളുടെ രാഷ്ട്രീയം അയാൾക്ക് പറയാനുണ്ടെങ്കിൽ പറയട്ടെ. അത് കാരണം വേട്ടയാടപ്പെടുക എന്നുള്ള കാര്യമൊന്നുമില്ല. ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞു, സിനിമ ബാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെന്തായിരുന്നാലും ഇത് ചരിത്രമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത് കാലാകാലങ്ങളിലായിട്ട് ആ ഒരു സാധനം നരേഷൻ്റെ അത് സംഭവങ്ങൾ ആൾക്കാർ മനസ്സിലാക്കട്ടെ. അതിനകത്തുള്ള ശരികൾ തെറ്റുകൾ ആൾക്കാർ ചർച്ച ചെയ്യട്ടെ, ചർച്ചകൾ വരട്ടെ, നല്ലത് തന്നെ. സ്വന്തം നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.